ഇപ്പോൾ നോക്കുന്ന കോയിൻ ചാർട്ട് നോക്കുക. നീ എന്ത് ചിന്തിക്കുന്നു? ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഷെയറിന് $10 നിന്ന് $80 ഉയർന്നു. ഇപ്പോൾ അത് ലിസ്റ്റിംഗ് വിലയേക്കാൾ കൂടുതൽ കുറഞ്ഞ് 1 സെന്റ് എന്ന താഴ്ന്ന പരിധിയിലെത്തി. സ്റ്റോക്കുകളുടെ കാര്യത്തിൽ താഴത്തെ പരിധി കൂടുതൽ വീഴാൻ ഒരിടത്തുമില്ലാത്ത ഒരു മികച്ച നിലയാണ്. ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഉടൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. കുറഞ്ഞ പരിധിയിൽ പോലും ആരും വാങ്ങുന്നില്ല. ഇത് മാലിന്യമാണ്. ചിലർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചാർട്ട് വിശദമായി വിശകലനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം. നിങ്ങൾ കുറഞ്ഞ പരിധിയിൽ വാങ്ങുകയും സാങ്കേതിക വിശകലനത്തിൽ മുമ്പത്തെ ഉയർന്ന $80 തകർക്കുകയും ചെയ്താൽ, നിങ്ങൾ മുമ്പത്തെ ഉയർന്ന നിരക്കായ $80 1 സെന്റ് കൊണ്ട് തകർത്താൽ, വരുമാനം 7,99,99,900% വർദ്ധിക്കും. ഇക്കാരണത്താൽ ആളുകൾക്ക് നാണയങ്ങളോട് ഭ്രാന്താണ്. അവർക്ക് അത്തരം അവ്യക്തവും അസംബന്ധവുമായ ഭാവനകളുണ്ട്. എന്തുകൊണ്ടാണ് നാണയ നിക്ഷേപ വിദഗ്ധർ ഈ നാണയത്തിൽ താൽപര്യപ്പെടുന്നത്? അതുകൊണ്ടാണ് വിദഗ്ധർ സാങ്കേതിക വിശകലനം നടത്തുന്നത്. സാധാരണയായി ഇത് ഒരു ട്രാഷ് അഴിമതി നാണയമാണെങ്കിൽ പ്രതിമാസ ചാർട്ട് ഇതുപോലെ ഉണ്ടാക്കില്ല. അടിസ്ഥാനകാര്യങ്ങൾ ഏകപക്ഷീയമായി ശമ്പളത്തിന്റെ അടിയിൽ വിറ്റാലോ? ചാർട്ട് ചുവപ്പായിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചാർട്ട് ഒരു വിൽപ്പന ഉപയോഗിച്ച് നിർമ്മിക്കണം. എന്നിരുന്നാലും 1 വർഷവും 12 മാസവും കൂടുതലായി താഴെയുള്ള ഗ്രീൻ ബൈ സിഗ്നലിന്റെ ഒരു സൂചനയുണ്ട്. പ്രതിമാസ ചാർട്ടിന് ഒരിക്കലും വോളിയം കബളിപ്പിക്കാൻ കഴിയില്ല. മറ്റെല്ലാം കബളിപ്പിക്കപ്പെട്ടാലും ചാർട്ട് നോക്കി വോളിയം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണോ എന്ന് വിദഗ്ധർക്ക് പറയാൻ കഴിയും. നിങ്ങൾ പ്രതിമാസ ചാർട്ട് നോക്കിയാൽ അത് ശമ്പളത്തിന്റെ തുടക്കത്തിൽ ഒരു വാങ്മലിൽ തുടങ്ങി ഒരു വാങ്മലിൽ അവസാനിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓഹരി വില വീണ്ടും ഇടിയുകയും മാസാവസാനം വാങ്ങുകയും ചെയ്യുന്നതിന്റെ അടയാളം താഴെയുള്ള വോളിയത്തിൽ ദൃശ്യമാണ്. കൂടാതെ വില പൂർണ്ണമായും താഴെ വിറ്റില്ല. എന്നാൽ ചാർട്ടിൽ ധാരാളം വാങ്ങൽ വോളിയം ഉണ്ട്. ഒരു വാങ്ങൽ സിഗ്നൽ ഉപയോഗിച്ച് അടയ്ക്കുന്നതിന്റെ ഒരു സൂചനയുണ്ട്. എന്താണിതിനർത്ഥം? ചാർട്ടിൽ നോക്കിയാൽ തോന്നും ആരോ മനഃപൂർവ്വം ഓഹരിവില താഴ്ത്തി താഴെയുള്ളതെല്ലാം വാങ്ങിയെന്ന്. സാങ്കേതിക വിശകലനം നടത്തുന്ന ആർക്കും അത് കാണാൻ കഴിയും. എന്നിരുന്നാലും ഇത് താഴ്ന്ന പരിധിയിലാണ്. കൂടാതെ 1 വർഷത്തിലേറെയായി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഇത് കണ്ടെത്താൻ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോക്ക് ആണ്. സാങ്കേതിക വിശകലനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കുന്ന ഒരു ചാർട്ടാണിത്. അജ്ഞാത നാണയങ്ങളിൽ 99% അഴിമതി നാണയങ്ങളാണ്. എന്നിരുന്നാലും ഈ നാണയത്തിന്റെ അടിസ്ഥാനം ടെലിഗ്രാമിൽ സജീവമാണ്. എല്ലാറ്റിനുമുപരിയായി ഫൗണ്ടേഷൻ പ്രതിനിധിയുടെ മുഖവും എല്ലാ വ്യക്തിഗത വിവരങ്ങളും യൂട്യൂബിൽ വെളിപ്പെടുത്തുന്നു. കൂടാതെ ലിസ്റ്റ് ചെയ്ത കമ്പനിയുടെ പ്രതിനിധി ഒരു യൂട്യൂബ് ചാനലും പ്രവർത്തിപ്പിക്കുന്നു. സാധാരണയായി അഴിമതി നാണയങ്ങൾക്ക് ഒരു വെള്ള പേപ്പർ മാത്രമേ ഉള്ളൂ. നാണയങ്ങൾ അച്ചടിച്ച് വിൽക്കുക. വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തില്ല. ഫോൺ നമ്പറുമില്ല. എന്നിരുന്നാലും ഈ നാണയത്തിന്റെ അടിത്തറയും പ്രതിനിധിയും ഒരു യൂട്യൂബ് ചാനൽ സജീവമായി പ്രവർത്തിപ്പിക്കുകയും ടിപ്സ് പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ബിറ്റ്കോയിൻ ഒഴികെയുള്ള എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ചെയ്ത ഫൗണ്ടേഷൻ പ്രതിനിധിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നാണയം 8 വർഷം മുമ്പ് കൊറിയയിൽ സൗജന്യമായി ഖനനം ചെയ്തു. നിലവിൽ ടിസ് പ്ലാറ്റ്ഫോമും ഈ നാണയവും ഒരേ ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്ന നാണയങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് ടെപ്സ് ഫൗണ്ടേഷനും പ്രതിനിധിയുടെ യൂട്യൂബ് വീഡിയോകളും ഗവേഷണം ചെയ്യുക. ഗവേഷണ ഫലങ്ങളിൽ അപ്രതീക്ഷിതമായ നല്ല വാർത്തകൾ അടങ്ങിയിരിക്കുന്നു. ഫൗണ്ടേഷൻ പ്രതിനിധിയുടെ വീഡിയോയിൽ ലിസ്റ്റ് ചെയ്ത പ്രചാരത്തിലുള്ള നാണയങ്ങളിൽ 99% ഫൗണ്ടേഷൻ ഇതിനകം വീണ്ടെടുത്ത ഡാറ്റ ഉൾക്കൊള്ളുന്നു. ഇതൊരു ജാക്ക്പോട്ട് ആണ്. ലിസ്റ്റ് ചെയ്ത കമ്പനി ഒരു വഞ്ചന ആയിരുന്നെങ്കിൽ അതെല്ലാം വിൽക്കപ്പെടും. കമ്പനിയുടെ വിവരങ്ങളോ കോണ്ടാക്ട് വിവരങ്ങളോ ഉണ്ടാകില്ല. എന്നാൽ ഇവിടെ ഫൗണ്ടേഷന്റെ പ്രതിനിധിയുടെ സ്വകാര്യ വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുന്നു. ലിസ്റ്റ് ചെയ്ത നാണയങ്ങളിൽ 99% ഫൗണ്ടേഷനിൽ നിന്ന് ഇതിനകം വീണ്ടെടുക്കപ്പെട്ടതായി ഡാറ്റയുണ്ട്. ഇത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിമാസ ചാർട്ട് നോക്കൂ. സാങ്കേതിക വിശകലനത്തിന് ഒരിക്കലും കബളിപ്പിക്കാൻ കഴിയാത്ത കാര്യമാണിത്. പ്രതിമാസ ട്രേഡിംഗ് വോളിയം ചാർട്ട് നോക്കിയാൽ ഇത് വാങ്ങലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവർ എല്ലാം വിറ്റാൽ
ഏറ്റവും കുറഞ്ഞ ട്രേഡിംഗ് വോളിയമുള്ള പ്രതിമാസ ചാർട്ട് നോക്കി നിങ്ങൾക്ക് ഒരിക്കലും അവരെ കബളിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത്യാഗ്രഹിക്കരുത്. ഇത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാലും നിങ്ങളുടെ ആസ്തികൾക്ക് വലിയ അപകടമൊന്നുമില്ല. $100 മാത്രം വാങ്ങുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും സ്വർഗത്തിന്റെ ഭാഗ്യവും ചേർന്ന് ഒരു സെന്റ് $80 കവിഞ്ഞാലോ? നിങ്ങളുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും? അത്യാഗ്രഹം ഉപേക്ഷിച്ച് $100 മാത്രം നിക്ഷേപിക്കുക. എന്തുകൊണ്ടാണ് ടിപ്സ് ഫൗണ്ടേഷൻ വാങ്ങാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നത്? ഇതാണ് ടിപ്സ് പ്ലാറ്റ്ഫോമിന്റെ ഭാവി മൂല്യം. കൊറിയക്കാർ സൗജന്യമായി ഖനനം ചെയ്യുന്ന കെടിയ നാണയങ്ങളും ലോകമെമ്പാടുമുള്ള ആളുകൾ നിലവിൽ സൗജന്യമായി ഖനനം ചെയ്യുന്ന നാണയങ്ങളും പട്ടികപ്പെടുത്താൻ ടിപ്സ് പ്ലാറ്റ്ഫോം പദ്ധതിയിടുന്നു. ടിപ്സ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കെടിയ നാണയങ്ങളും ടിപ്സ് നാണയങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നു. അവയുടെ മൂല്യത്തിന് ആനുപാതികമായി കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഒരു നാണയം നിക്ഷേപ തീരുമാനം എടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ. അഴിമതി നാണയങ്ങൾ ഫൗണ്ടേഷനെക്കുറിച്ചുള്ള വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ സ്വത്താക്കിയാൽ പണത്തെക്കുറിച്ച് ആകുലപ്പെടാതെ സമ്പന്നമായ ജീവിതം നയിക്കും. നല്ലതു വരട്ടെ. TIPSWEB3 കോമിലേക്ക് സ്വാഗതം. ടിപ്സ് പ്ലാറ്റ്ഫോം ഒരു ആഗോള വെബ് 3 പ്ലാറ്റ്ഫോമാണ്. കോയിൻ എക്സ്ചേഞ്ച് DigiFinex ആണ്. ലിസ്റ്റിംഗിന് ശേഷം ഇത് 1.200% ഉയർന്ന് ഒരു സെന്റ്-ഇൽ നിന്ന് $80 ഉയർന്നു. നിലവിൽ അതിന്റെ ഏറ്റവും കുറഞ്ഞ വിലയായ ഒരു സെന്റ്-ലാണ്. സാങ്കേതിക വിശകലനത്തിലെ ഏറ്റവും ഉയർന്ന വിലയെ അത് തകർത്തെങ്കിലോ? $100 മുതൽ $20.000 വരെ നിങ്ങൾ ഒരു അദ്ഭുത നായകനാണ്. ഒരു അത്ഭുതം സ്വപ്നം കാണുക. ടിപ്സ് പ്ലാറ്റ്ഫോം കെടിയ നാണയം ഫൗണ്ടേഷനിൽ നിന്ന് സർക്കുലേഷന്റെ 99% വാങ്ങിക്കൊണ്ട് ഇതിനകം വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുക്കാത്ത ട്രേഡിംഗ് വോളിയം മൊത്തം ട്രേഡിംഗ് വോളിയത്തിന്റെ 1% മാത്രമാണ്. 99% സർക്കുലേഷനും ഫൗണ്ടേഷൻ വാങ്ങി നിങ്ങൾക്ക് സമ്പന്നരാകാനുള്ള അവസരം നൽകുന്നു. ഒരു സെന്റ് ആണ് ഇനി കുറയാത്ത ഏറ്റവും കുറഞ്ഞ വില. വീഡിയോ വിശദമായി കാണാനും ഇത് യഥാർത്ഥമാണോ എന്നറിയാനും ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക. അത് യഥാർത്ഥമാണ്. ടിപ്സ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സമ്പന്നരാകാനുള്ള അവസരം നൽകുന്നു. ഒരു വിദേശ എക്സ്ചേഞ്ച് കണ്ടെത്തുക. ഡിജിഫിനെക്സ് എക്സ്ചേഞ്ചിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കെടിയ കോയിൻ വാങ്ങുക. നിങ്ങൾ സമ്പന്നനാകും. തെക്കുകിഴക്കൻ ഏഷ്യയിലെ പട്ടിണി കിടക്കുന്ന, ഒരു ദിവസം $1 പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എല്ലാ ദരിദ്രരെയും സഹായിക്കുന്നതിന് ഒരു ആഗോള SNS സോഷ്യൽ നെറ്റ്വർക്ക് നിർമ്മിക്കുന്നതിനാണ് ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ശരിക്കും സമ്പന്നനാകണമെങ്കിൽ എന്റെ കഥ ഓർക്കുക. ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ 1% മാത്രം പ്രചാരമുള്ള കെടിയ നാണയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഭാവി സ്വപ്നം കാണുക. തുടർന്ന് ടിപ്പ് പ്ലാറ്റ്ഫോമിൽ സൗജന്യമായി ഖനനം ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ ടിപ്പ് നാണയം മൈൻ ചെയ്യുക. കെടിയ നാണയത്തേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന നാണയം ആഗോള പ്ലാറ്റ്ഫോം ടിപ്പ് കോയിനാണ്. ടിപ്പ് നാണയങ്ങൾ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഖനനം ചെയ്യാൻ കഴിയൂ. ധാരാളം ടിപ്പ് നാണയങ്ങൾ എങ്ങനെ പിടിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയും. കെടിയ കോയിനാണ് ഏറ്റവും കുറഞ്ഞ വില. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരു അളവ് വാങ്ങി ടിപ്പ് നാണയങ്ങൾക്കായി കൈമാറ്റം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം ടിപ്പ് നാണയങ്ങൾ കൈവശം വയ്ക്കാം. തെക്കുകിഴക്കൻ ഏഷ്യയിലെ പട്ടിണി കിടക്കുന്ന
ദിവസം $1 പോലും കഴിക്കാൻ കഴിയാത്ത എല്ലാ പാവപ്പെട്ട ആളുകളെയും സഹായിക്കുന്നതിനായി ഒരു ആഗോള SNS സോഷ്യൽ നെറ്റ്വർക്ക് നിർമ്മിക്കുന്നതിനാണ് ടിപ്സ് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത്. .com ബബിളിന് ശേഷം ഗൂഗിൾ ഉൾപ്പെടെ ഓരോ രാജ്യത്തെയും എല്ലാ പോർട്ടൽ സൈറ്റുകളും വമ്പിച്ച വളർച്ച കൈവരിച്ചു. എന്നാൽ പ്ലാറ്റ്ഫോം വളരാൻ സഹായിച്ച നിരവധി പങ്കാളികളെ ഉപയോഗിച്ച് മാത്രമാണ് അവർ പണം ചൂഷണം ചെയ്തത്. പ്ലാറ്റ്ഫോമിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ നിരവധി പങ്കാളികളുമായി ലാഭം പങ്കിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്ലാറ്റ്ഫോം കമ്പനികളുടെ സാമൂഹിക ധാർമ്മികതയ്ക്ക് മേലുള്ള സമ്മർദ്ദം ലോകമെമ്പാടും വളർന്നു. ഇവിടെ ജനിച്ച പുതിയ ബിസിനസ് വെബ്3 പ്ലാറ്റ്ഫോമാണ്. കമ്പനിയെ വളരാൻ സഹായിച്ച ലോകമെമ്പാടുമുള്ള എല്ലാ പങ്കാളികളുമായും വളരുന്ന ഒരു കോർപ്പറേറ്റ് ധാർമ്മികതയാണ് TIPSWEB3.com ലക്ഷ്യമിടുന്നത്. കൂടാതെ കമ്പനി വളരുന്നതിനനുസരിച്ച് ലഭിക്കുന്ന എല്ലാ ലാഭത്തിന്റെയും ഒരു ഭാഗം സ്വാഭാവികമായും വിവിധ പങ്കാളികൾക്ക് വിതരണം ചെയ്യുന്നു. എലോൺ മസ്ക് സ്വന്തമാക്കിയ 200 മില്യൺ ട്വിറ്റർ വരിക്കാരുടെ ഭാവി മൂല്യം ഒരു ഷെയറിന് $2,500 ആണ്. ടിപ്സ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ആഴ്ചയും TIPSCOIN മൈൻ ചെയ്യുക. ടിസ് ട്വിറ്റർ പോലെ വികസിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതിദിനം $2,500 ഉടമയാകും. ടിസ് ട്വീ പോലെ വികസിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും പരസ്യ വരുമാനം ഉണ്ടാകുന്നു. അതാണ് നിങ്ങളുടെ ലാഭം. സാങ്കേതിക വിപ്ലവത്തോടെ ലോകത്തെ ആർക്കും രാജ്യം പരിഗണിക്കാതെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കറൻസി അച്ചടിക്കാൻ കഴിയും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സൃഷ്ടിച്ച ലോകം വന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ലോകമാണ് ടിപ്സ് പ്ലാറ്റ്ഫോം. tipsweb3.comന്റെ മാനേജ്മെന്റ് തത്വശാസ്ത്രം. ലോകത്തിലെ എല്ലാവർക്കും പണം മൂലമുണ്ടാകുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സമ്പന്നരാകാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ്. എല്ലാ ദിവസവും ഫോട്ടോകളുള്ള 1 ടിപ്സ് നാണയങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇഷ്യൂ ചെയ്യുക. അവ അസറ്റുകളായി സൂക്ഷിക്കുക. ടിപ്സ് നാണയങ്ങൾ ഉപയോഗിച്ച് ഭാവിയിലേക്ക് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് എത്ര ബിറ്റ്കോയിനുകൾ ഉണ്ട്? നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കറൻസി ഇപ്പോൾ tipsweb3.comൽ ഇഷ്യൂ ചെയ്യുക. തെക്കുകിഴക്കൻ ഏഷ്യയിലും ആഫ്രിക്കയിലും ലോകമെമ്പാടുമുള്ള മറ്റ് സ്ഥലങ്ങളിലുമുള്ള എല്ലാ ദരിദ്രർക്കും ഒരു ദിവസം 3 ഭക്ഷണം താങ്ങാൻ കഴിയാത്തവിധം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വേദിയാണ് ഞങ്ങൾ. tipsweb3.com സൃഷ്ടിച്ച വ്യക്തി ചഗ്വാൻ സിയോങ് എന്ന കൊറിയക്കാരനാണ്. അവൻ തന്റെ സ്വകാര്യ ഫണ്ടുകൾ ഉപയോഗിച്ച് tipsweb3.com സൃഷ്ടിച്ചു. ലോകമെമ്പാടും ദൈവം ആഗ്രഹിക്കുന്ന ലോകം സൃഷ്ടിച്ചു. ലോകമെമ്പാടും ദൈവം ആഗ്രഹിക്കുന്ന ലോകം സ്നേഹമാണ്. സ്നേഹത്തിന് ലോകത്തെ മാറ്റാൻ കഴിയും. ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നതും ഈ ലോകം തന്നെയാണ്. ചഗ്വാൻ സിയോങ് മനോഹരമായ ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. ദാരിദ്ര്യത്തിന്റെ ചങ്ങലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അദ്ദേഹം സൃഷ്ടിച്ചു. രാജ്യത്തിന്റെ പ്രസിഡന്റിനെയോ രാജാവിനെയോ പോലും പിന്തുണയ്ക്കാൻ കഴിയാത്തവർക്കും ഒരു ദിവസം $1 ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർക്കും വീടില്ലാത്തതിനാൽ തെരുവുകളിൽ ടെന്റുകളിൽ കഴിയുന്നവർക്കും അദ്ദേഹം പ്രതീക്ഷ നൽകുന്നു. tipsweb3.com ലോകത്തിലെ എല്ലാവർക്കും ന്യായവും നീതിയുക്തവുമായ നിയമങ്ങൾ ബാധകമാണ്. ഇത് സമ്പന്നർക്കും ദരിദ്രർക്കും തുല്യ അവസരങ്ങൾ നൽകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക്ചെയിൻ ലോകത്ത് സമ്പന്നനാകാം. tipsweb3.com ഭാവിയിൽ ട്വിറ്റർ, എക്സ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് എന്നിവ പോലെ ലോകത്തിലെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും കൊണ്ട് കമ്പനിയുടെ മൂല്യം വർദ്ധിക്കും. കൂടുതൽ അംഗങ്ങൾ ഉള്ളതിനാൽ കമ്പനിയുടെ മൂല്യം വർദ്ധിക്കും. തുടർന്ന് നിങ്ങൾക്കും അവരെപ്പോലെ പരസ്യ വരുമാനം ഉണ്ടാക്കാം. tipsweb3.comൽ ഒരു പുതിയ ലോകത്തിനായി തയ്യാറാകൂ. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് പണം പ്രിന്റ് ചെയ്യുക. ഇത് നിങ്ങളുടേതാക്കുക. കമ്പനിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും ലാഭം ഉപയോക്താക്കളുമായി പങ്കിടുന്നതിനും നിരവധി ഉപയോക്താക്കൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്3 ലോകം, അല്ലാതെ കമ്പനി സൃഷ്ടിച്ച ഉടമകളല്ല. സമ്പന്നനാകൂ. 많이 흔들리긴 했는데 어찌됐든 간에 그리고 저 2008년에 뭐가 있었어요? 베이징 올림픽
대도시 위주로는 정말 개쩌는 거야. 저렇게 빌딩도 말고 잘 사는 사람들은 저렇게 많고 중국인들도 정말 깨끗해요. 중국이라는 나라가 깨끗해졌고 이런 걸 전 세계에 보여주는 정말 중요한 시기다. 근데 이 시기에 갑자기 이런 짓을 한다거나 이 중요한 시기에 씨발 베이징 올림픽에만 딱 어그로가 전 세계가 끌려가는 이 시기에 이 짓을 한다. 그러면 안 되지. 중국 입장에서 짜증나잖아요. 그래서 2008년에 중국이 북한을 좀 감싸고 알지? 야 영희야 우리 이번에 올림픽 중요해. 이번에 뭐 미사일 쏘고 거짓거리 하지 말자 진짜로 진심으로. 그래서일까요? 진짜 2008년에 좀 잠잠했습니다. 북한이 실제로 2008년에 좀 잠잠했어요. 그리고 2009년 가서 바로 장거리 미사일 핵실험아 2018년에 남한에 이제 천안함 연금도 사건 이런 일 계속하고 있었죠. 2008년에 좀 잠잠하다 그런 게 있었어요 실제로. 근데도 중국이 그 이후에 북한에 대해서 큰 소리 나 그냥 적당히 타이밍. 우리도 북한의 핵실험 동북아의 평화를 방해하는 이런 것에 대해서 지지하지 않아. 주댕이로만 하는 거 있잖아. 주댕이로만. 자 그러다가 2010년대가 되면서요 산성장이었어요. 사실 다 아시죠? 이 양반 건강 엄청 안 좋아졌었잖아. 김정일이 그냥 TV에 나오는 것만 봐도 이게 진짜 오늘 내일 한다 저 사람 진짜로. 산성장이었어 산성장. 김일성이가 죽었을 때도 마찬가지지만 김정일이가 갑자기 죽어도 북한이 혼란스러워져요. 중국은 항상 뭐라 그랬어요? 북한이 혼란스러워져서 어떤 급변 사태가 터져가지고 그 똥들이 중국까지도 튀면 안 된다. 요게 굉장히 중요하다 이거 아니요. 이거에 대해서 이해가 좀 안 되실까봐 좀 말씀드리면은 예를 들어 지금 미국의 국제정치학자들이 예를 들어 이라크에 사담 후세인 이 사람이 굉장히 문제가 많은 정치인이었던 건 맞아요. 이라크에서 자기 정적도 어마무시하게 학살하고 근데 지금 미국의 국제정치학자들이 이 사람을 제거한 거에 대해서 굉장히 뭐라고 말해요. 조직유신. 중동아랍에 미국이 개입해서 이런 지도자들이 아무리 독재자고 문제가 많지만 사람들도 많이 죽이지만 이 사람들을 죽임으로써 너무 중동아랍이 혼란스러워졌다. 최소한 뭐 그 내전이 일어나거나 이런 것들은 없었는데 이런 얘기를 많이 해요. 그리고 괜히 제거했다 얘를 잡았지. 계산기로만 두고 들어갔을 때 왜 그렇겠냐는 거야. 혼란스러워지는 그 지역에서 어떤 게 튀어나올지 모르는 거야. 어떤 무장단체가 튀어나와가지고 전 세계에서 들쑤시고 다닐지도 모르고. 그렇잖아요. 중국 입장에서도 북한이라는 나라가 안정적이어야 되는 거야. 갑자기 급변 사태가 터져가지고 뭔 연병이 일어날지 모른다 이 말이야. 내 똑똑히 얘기해. 이 사람이 김정일이가 2011년에 죽거든. 나 대학교 입학하자마자. 이제 통일하나? 이제 북한에서 이제 뭐 김정은인가 뭐 아들내미 뭐 나이도 뭐 어린 새끼가 뭐 있다는데 쟤는 정권 못 잡는다 저거. 그러면서 뭐 이제 뭐 좀 어떤 일이 터지나 좀 이런 그런 분위기가 굉장히 강력했어요. 저 대학교 입학했을 때. 그런 일이 없었어요. 정은이가 생각보다 잘해. 존나 잘해. 좀 못해야 되는데 생각보다 좀 잘 잡았어. 조질 애들 다 조지고 저 숙청한 애들 다 조지고 지 고모부도 죽이고 지 친형도 죽이고. 자 2011년에 김정일이가 죽고 이제 김정은이가 튀어나오는데 2012년이면은 중국에서도 지도자가 바뀌었습니다. 누구로? 시진핑으로. 그리고 2012년부터는 우리가 박근혜 정부가 들어섭니다. 박근혜 정부 어떤 정부? 역대 대한민국 정부들 중 가장 친중 정부예요. 중국의 밀리터리 퍼레이드